Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. And see, okay, good afternoon. Farsana, Marley. See, okay, Shani. മിസ് ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണ്? മിസ് ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണ് കണ്ടപ്പോ തോന്നിയാ? ഹാപ്പിനെസ്. നല്ല സ്മൈലോട് കൂടി വന്നു. ആണോ? ഓക്കെ. ഓക്കെ, ഷാലിനി, ഷമീൽ, ഓക്കെ, സിത്തു, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. മുഹമ്മദ് അഫ്താബ്, ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പൊതുവെ ചിരിച്ചല്ലേ ക്ലാസ്സിൽ വരാറ്? ദേഷ്യപ്പെട്ടാണോ വരാറ്? അങ്ങനെയല്ല, കൂടി കൂടിയ പോലെ തോന്നി. ആണോ? ഓക്കെ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആണോ? ശരി ഷാലിനി. ചിലപ്പോ മനസ്സിൽ വേറെ എന്തെങ്കിലും സന്തോഷം വരുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചിലപ്പോ ക്ലാസ്സിൽ കയറുമ്പോഴായിരിക്കും അമ്മക്ക് സന്തോഷം കണ്ടത്. അതാ ചോദിച്ചേ എന്താ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ശരി, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സില് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ കയറിയത്. ഞാൻ എടുക്കുന്ന PG 4 ക്ലാസ് ഇന്ന് അവസാനിക്കുന്നല്ല, നാളത്തോടുകൂടി അവരുടെ ക്ലാസ് അവസാനിക്കും. അവരോട് കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് ക്ലാസ്സിന് ഇറങ്ങിയത്. അപ്പോ അങ്ങനെ സംസാരിച്ചിറങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ട് പോയി. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ അധികം സമയം വൈകിക്കുന്നില്ല, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ ലാസ്റ്റ് അല്ലെ, അവസാനത്തെ എലമെന്റ് ആണ് നമുക്ക് പറയാനുള്ളത് അല്ലെ. ഏതായിരുന്നു? ഡോക്യുമെന്റേഷൻ അല്ലെ. എനിക്ക് തോന്നുന്നു ഡോക്യുമെന്റേഷന്റെ ആ ഫസ്റ്റത്തെ പോയിന്റ് മാത്രമേ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഓൺമ്യൂട്ട് ചെയ്യാനേ. ഡോക്യുമെന്റേഷനിൽ പറയുന്നത് എന്താണ്? ഡോക്യുമെന്റ് ചെയ്യാന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? രേഖപ്പെടുത്തുക. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ എല്ലാ വിവരങ്ങളും നമ്മൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ചെയ്യണം അല്ലെ. അത് രേഖപ്പെടുത്തി നമ്മൾ വയ്ക്കണം. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ഡോക്യുമെന്റേഷൻ. The authentication of patient transfer is most significant but often missed as a part of transfer. പലപ്പോഴും അത് ശരിക്കും അതിന്റെ ആ ഒരു ജെനുവിനിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്. എന്തെങ്കിലും പോകുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു അവിടെ നടന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഓതന്റിക്കേഷൻ ഓഫ് പേഷ്യന്റ് ട്രാൻസ്ഫർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. The authentication should always be obvious at all stages of transfer. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഓരോ സ്റ്റേജിലും ഈ ഒരു ഓതന്റിക്കേഷൻ അവിടെ ആവശ്യമാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കണം. Since it was the only legal report that the patient was transferred അല്ലെ, നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതിന്റെ ഒരു ലീഗൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് ശരിക്കും ആ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലീഗൽ റിപ്പോർട്ട് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്തെങ്കിലും റെഫറൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു ഡോക്യുമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ലീഗൽ റിപ്പോർട്ട് ആയിട്ടാണ് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്? അതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യണം നോക്കിയേ. It must consist of the patient's condition. അങ്ങനെ ചോദിക്കാനുള്ളൂ കേട്ടോ. ഒരു ഡോക്യുമെന്റേഷൻ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ആ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന്, പേഷ്യൻസ് കണ്ടീഷൻ അല്ലെ, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്? റീസൺ ടു ട്രാൻസ്ഫർ, എന്തുകൊണ്ടാണ് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്? പിന്നെന്താണ്? അവിടെ ഒരു കോമ വേണം കേട്ടോ. നെയിംസ് ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് റെഫറിംഗ് ആൻഡ് റിസീവിംഗ് ക്ലിനിഷ്യൻസ്. ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലം ഏതാണ്, ഇനി എവിടേക്കാണ് അവർ റിസീവ് ചെയ്യുന്നത്, ആ ഹോസ്പിറ്റലിന്റെ പേര്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, അവരുടെ പേരുകള്, സ്ഥലം, ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെന്താണ്? ഡീറ്റെയിൽസ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സൈൻസ് ബിഫോർ ദ ട്രാൻസ്ഫർ അല്ലെ. ട്രാൻസ്ഫറിന് മുമ്പായിട്ട് വാങ്ങേണ്ട എല്ലാ സൈനുകളും സിഗ്നേച്ചറുകളും എല്ലാ ടെസ്റ്റിമോണിയൽസും ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ ക്ലിനിക്കൽ ഇവന്റ്സ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫർ ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഗിവൻ. അതുപോലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള
അവരുടെ കണ്ടീഷൻസുകള്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ ഹരിത, ഗുഡ് ആഫ്റ്റർനൂൺ. എന്ത് പറ്റി ഹരിത, ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴാണോ ജോയിൻ ചെയ്തത് ക്ലാസ്സില്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഓക്കെ, ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഒന്നും കണ്ടില്ല, ആളെ കണ്ടില്ല. ആള് ഫസ്റ്റ് പറയുന്നതാണ്, ഹരിത ഫസ്റ്റ് പറയാറുണ്ട്, പിന്നെ കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആള് ക്ലാസ്സിൽ ഇല്ലേന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നോക്കാം, നിങ്ങൾ എന്താ പറഞ്ഞത്? ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പേഷ്യൻസ് കണ്ടീഷൻ, റീസൺ ടു ട്രാൻസ്ഫർ, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് റെഫറിംഗ് ആൻഡ് റിസീവിംഗ് ഫിസിഷ്യൻസ്, പിന്നെ ഡീറ്റെയിൽസ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടന്റ് സയൻസ് ബിഫോർ ദ ട്രാൻസ്ഫർ, then clinical events during the transfer and the treatment given. അല്ലെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോക്യുമെന്റ് ചെയ്യുന്നത്. ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി എന്താണ് പറയുന്നത്? എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റൈൻഡ് both for intra and inter hospital transfer. These legal papers should be used for the audit purposes for investigating the defects in the patient transfer. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളൊരു ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണെങ്കിലും ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണെങ്കിലും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സാക്ഷ്യപത്രമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്, ടെസ്റ്റിമണി കേട്ടോ. നമ്മളതില് ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ നമ്മളൊരു യൂണിറ്റിൽ നിന്ന് വേറെ യൂണിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാലിറ്റി ഉണ്ട്. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിമണി, ഒരു സാക്ഷ്യപത്രം അവിടെ ആവശ്യമാണ്. ഇനിയിപ്പോ വേറെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോഴും രണ്ടിനും നമുക്കത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിമണി നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണ്? കാര്യം അതൊരു നമുക്ക് പിന്നീട് ഓഡിറ്റ് പർപ്പസസിനും, ഇനിയിപ്പോ നമ്മുടെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫക്റ്റുകളോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കൊക്കെ നമുക്ക് ആ ഒരു എന്താവശ്യം വരും? ലീഗൽ പേപ്പേഴ്സ് നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു ടെസ്റ്റിമണി വേണം, ടെസ്റ്റിമോണി നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കണം. അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്താനായിട്ട്. കാര്യം അറിയാലോ, അതൊരു ലീഗൽ പേപ്പറാണ്. നമുക്ക് ഹോസ്പിറ്റലിന്റെ ഓഡിറ്റ് പ്രോസസ്സുകൾക്കും പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ അന്വേഷണങ്ങൾക്കൊക്കെ നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമണി അവിടെ ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാം, എന്തുകൊണ്ടാണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമണി അത് യൂസ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ, because it can be used for the audit purpose and for the investigating the defects in the patient transfer. ആ രീതിയിലൊക്കെയാണ് നമ്മൾ അവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. അടുത്ത എന്താ പറയുന്നത്? There should be an official handing over at the receiving facility between the transferring team and the receiving team, who include doctors and nurses. ഇനി നമ്മൾ ഈ പറയുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളും പേഷ്യന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും അവരുടെ റെക്കോർഡ്സുകളും എല്ലാം തന്നെ ഒഫീഷ്യൽ ആയിട്ട് വേണം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട്. ട്രാൻസ്ഫറിംഗ് ടീമും ഈ പറയുന്ന റിസീവിംഗ് ഫെസിലിറ്റിയിലോട്ട് വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ വേണം അത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട്. ഓക്കെ, ദ ഡിഫറെന്റ് റിപ്പോർട്ട്സ് ഓഫ് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് should be transferred to the acquiring team. നമ്മളെല്ലാം ഈ പറയുന്ന പേഷ്യന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകള്, ഇൻവെസ്റ്റിഗേഷൻസ്, ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സുകൾ എല്ലാം തന്നെ നമ്മൾ റിസീവിംഗ് ഫെസിലിറ്റിയിലോട്ട് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അവർക്കത് ഹാൻഡ് ഓവർ ചെയ്യണം. അതിന്റെ ഒരു കോപ്പികൾ നമ്മൾ കയ്യിൽ സൂക്ഷിക്കണം, ട്രാൻസ്ഫറിംഗ് ടീം കയ്യിൽ സൂക്ഷിക്കണം. ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? ബാക്കിയുള്ളത് അതിന്റെ കോപ്പി നമ്മൾ സൂക്ഷിക്കാം. അടുത്ത കോപ്പികൾ നമ്മൾ ആർക്ക് കൊടുക്കാം? റിസീവിംഗ് ഫെസിലിറ്റിയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ഇതാണ് ഒരു ഡോക്യുമെന്റേഷനിൽ പറയുന്നത് കേട്ടോ. ഇത് ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ്. പക്ഷെ പലപ്പോഴും ഇത് മിസ് ചെയ്യാറുണ്ട്. ഈ ഒരു എലമെന്റ്, ഈ ഒരു കാര്യം അവിടെ പ്രോപ്പർ ആയിട്ട് ആരും ഫോളോ ചെയ്യാറില്ല. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ള സ്റ്റെപ്പുകൾ പോലെ തന്നെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്ഫറിംഗിന്റെ ഒക്കെ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവിടെയാണ് ഇതിന്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പല ഇഷ്യൂസുകളും അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ കേട്ടോ. ഇതോടുകൂടി ആ ചാപ്റ്റർ കഴിയാണ് പേഷ്യന്റ് ട്രാൻസ്ഫർ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫറിനെ പറ്റിയാണ് പഠിച്ചത്. ഇന്റേണൽ ട്രാൻസ്ഫർ എന്താണ്,
അതുപോലെ തന്നെ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. അതിന് പറയുന്ന മറ്റു പേരുകളും പഠിക്കാം കേട്ടോ. ഇന്റേണലിൽ നമ്മൾ ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ നമ്മൾ ഇന്റർ ഹോസ്പിറ്റൽ എന്നാണ് പറയാ കേട്ടോ. ചിലർക്ക് മാറിപ്പോകും. ഇന്റർ എന്ന് കേൾക്കുമ്പോൾ അകത്ത്, അപ്പൊ ഇന്റേണൽ അങ്ങനെ ഇതാവില്ല കേട്ടോ. ശരിക്കും ഇന്റേണൽ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. എക്സ്റ്റേണൽ ട്രാൻസ്ഫറിനെ നമ്മൾ ഇന്റേണൽ ട്രാൻസ്ഫർ എന്നാണ്, എക്സ്റ്റേണൽ ട്രാൻസ്ഫറിനെ നമ്മൾ ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്നാണ് പറയുക കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പിന്നെ എക്സാമ്പിളൊക്കെ നോക്കിയിട്ട് അത് ഏത് ഇന്റർ ആണോ ഇന്റർ ആണോ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, കരുതേണ്ട എക്യുപ്മെന്റ്സുകള്, സംവിധാനങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ഒരു പേഷ്യന്റിനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന കമ്പോണൻസുകൾ, ആ കമ്പോണൻസുകളാണ് പിന്നെ നമ്മൾ ആ ചാപ്റ്റർ മൊത്തം പഠിച്ചത് കേട്ടോ. പ്രധാനമായിട്ടും 7 കമ്പോണന്റ് വരുന്നുണ്ട് കേട്ടോ. ഓരോ 7 കമ്പോണന്റിന്റെ ഒരു ലെവൽ ഓഫ് കെയർ 0, 1, 2, 3. വീണ്ടും പറയാണ്, നമ്മൾ ആ ലെവൽ ഓഫ് കെയർ പറയുമ്പോൾ 4 ലെവൽ ഉണ്ട്, പക്ഷെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് 0 എന്നാണ് കേട്ടോ. 0, 1, 2, 3, 4 അങ്ങനെ 4 ലെവലുകളാണ് ഉള്ളത്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ആരൊക്കെയാണ് അക്കമ്പനി ചെയ്യേണ്ടത്, ആരൊക്കെയാണ്. പിന്നെ ഈ പറയുന്ന എയർ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, മനസ്സിലായില്ല ചാപ്റ്റർ? കുഴപ്പമില്ലല്ലോ, ചാപ്റ്റർ ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ മൊഡ്യൂൾ 3 തന്നെ 4th ചാപ്റ്റർ ആണ് കേട്ടോ. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അതിന് നമുക്ക് പഠിക്കാനുള്ളത് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, ചാപ്റ്റർ നമ്പർ 4 കേട്ടോ, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഈ ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ എന്താണ് ചാപ്റ്റർ എന്താണെങ്കിലും കുറച്ച് കണ്ടന്റ് നമുക്ക് പഠിക്കാൻ കേട്ടോ. സിമ്പിൾ ആണ് ചാപ്റ്റർ കേട്ടോ. വലിയ ചാപ്റ്റർ എന്ന് വെച്ച് കുറെ പഠിക്കാൻ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പക്ഷെ വലുതാണ് കേട്ടോ. ചാപ്റ്റർ നോക്കുമ്പോൾ വലുതാണ്, കുറച്ച് കണ്ടന്റ് മാത്രമേ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതൊരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ് അല്ലെ. പബ്ലിക്കിനാണ് അവർ സർവീസ് കൊടുക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഹോസ്പിറ്റലിന്റെ സേവനങ്ങള് അല്ലെ, അവരുടെ സർവീസസുകളൊക്കെ നമ്മള് പബ്ലിക്കിനോട് എത്തിക്കുന്ന ടെക്നിക്സുകള്, മെത്തേഡുകള്, അതൊക്കെയാണ് നമ്മളിവിടെ പബ്ലിക് റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങള് പബ്ലിക്കിലോട്ട് എത്തിക്കുന്ന ടെക്നിക്സുകള്, മെത്തേഡുകള്, ഇതൊക്കെയാണ് നമ്മള് പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എപ്പോഴും അത് ഹോസ്പിറ്റലിന് മാത്രമല്ല, നമ്മളൊരു പബ്ലിക് സർവീസ് കൊടുക്കുന്ന ഏതൊരു സ്ഥാപനവും നമ്മുടെ എന്ത് ചെയ്യണം, നല്ലൊരു റിലേഷൻ, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? നല്ല റിലേഷൻ ആയിരിക്കും അല്ലെ. ശരിക്കും പറഞ്ഞാൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള നല്ലൊരു റിലേഷൻ ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷനെ കാണിക്കും. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല, ഏത് ഓർഗനൈസേഷന്റെ കാര്യം അങ്ങനെയായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതൊരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ നിലനിർത്തണമെങ്കിൽ അവർക്ക് ഒരു നല്ല പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. പബ്ലിക് റിലേഷൻ എന്താണ്, പിന്നെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത്. ഓക്കെ, പിന്നെ അതിന്റെ 2 ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പബ്ലിക് റിലേഷന്റെ 2 ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നമുക്ക് 2 മെത്തേഡുകളാണ് ഇതിനുള്ളത് കേട്ടോ. 2 മെത്തേഡുകളേ ഉള്ളൂ. ആ മെത്തേഡുകളാണ് പിന്നീട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നോക്കുന്നത്. പിന്നെ പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? അതായത് ഒരു ഹോസ്പിറ്റലിന് നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഇനി ഓരോ ഇൻഡിക്കേറ്റേഴ്സും പബ്ലിക് റിലേഷനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, PRO, പബ്ലിക് റിലേഷൻ ഓഫീസറെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പബ്ലിക് റിലേഷൻ ഓഫീസർ
അപ്പൊ അത് പഠിക്കാനുണ്ട്. ആരാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ, അദ്ദേഹത്തിന്റെ റോൾ എന്താണ്, പിന്നെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയില്ലേ? പഠിക്കാൻ പോകുന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയോ? പബ്ലിക് റിലേഷൻ. ഓക്കെ, അപ്പൊ നമുക്കത് വായിക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് എഡ്വേർഡ് ബെർണേഴ്സിനെ പറ്റിയിട്ടാണ്. ആരാണ് എഡ്വേർഡ് ബെർണേഴ്സ്? പബ്ലിക് റിലേഷൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? എഡ്വേർഡ് ബെർണേഴ്സ്. പലതവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ? പബ്ലിക് റിലേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ് ആണ് കേട്ടോ. ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ഫസ്റ്റ് കാണുന്ന പിക്ചർ ഉണ്ട്. ഹു വാസ് എഡ്വേർഡ് ബെർണേഴ്സ്? അദ്ദേഹത്തിന്റെ ഒരു ജീവിത കാലയളവ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1891 to 1995, 104 years ജീവിച്ച ആളാണ് കേട്ടോ. അത്യാവശ്യം ജീവിച്ച റെക്കോർഡിന്റെ ആളാണ് ആര്? എഡ്വേർഡ് ബെർണേഴ്സ് കേട്ടോ. അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേര് അങ്കിളാണ് സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങള്? സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, എന്താണ് കേട്ടത്? കുറെ പേര് കേട്ടിട്ടുണ്ടല്ലോ. സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണ്? ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്? കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല, അത് വെച്ചതാണ്. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഡോക്ടറും കൂടിയാണ്. നമ്മുടെ പ്രധാനമായിട്ടും സൈക്കോളജി തിയറി ഉണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോളജിക്കൽ തിയറി ഉണ്ട്, സൈക്കോ അനലിറ്റിക്കൽ തിയറി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഡോക്ടറാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയാണ് സൈക്കോ അനലിറ്റിക്കൽ തിയറി ഒക്കെ ഉണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് കേട്ടോ. അതായത് നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഹ്യൂമൻ മൈൻഡിനെ പറ്റിയിട്ടൊക്കെ പഠനം നടത്തി അതുമായിട്ട് ബന്ധപ്പെട്ട തിയറികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. അതെ, ശാസ്ത്രീയ ന്യൂറോളജിസ്റ്റ് കൂടിയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടർ കൂടിയാണ് അദ്ദേഹം. പിന്നെ സൈക്കോളജിയിലാണ് ഞാൻ കൂടുതൽ എനിക്ക് അറിയാവുന്നത് സൈക്കോളജിയിലാണ്. പക്ഷെ അറിയാം, ഞാൻ സെർച്ച് ചെയ്തപ്പോ മനസ്സിലായ ആളൊരു ന്യൂറോളജിസ്റ്റ് ആണെന്നുള്ളത്. ഞാൻ പഠിച്ചിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ്, ഞാൻ പഠിച്ചിട്ടുള്ള ബിഎഡിനാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സൈക്കോ അനലിറ്റിക്കൽ തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ് കേട്ടോ. അദ്ദേഹം ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സിന്റെ അങ്കിളായിരുന്നു കേട്ടോ. നമുക്ക് അറിയേണ്ട കാര്യമില്ല, അതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അടുത്തത് ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഈ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനകത്ത് കളയാനില്ല. എഡ്വേർഡ് ബെർണേഴ്സ് കേട്ടോ. ആദ്യത്തെ പോയിന്റ് നോക്കി, ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ് കേട്ടോ. പബ്ലിക് റിലേഷൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണേഴ്സ്. കോയിൻഡ് പബ്ലിക് റിലേഷൻ കൗൺസിൽ, ആദ്യമായിട്ട് പബ്ലിക് റിലേഷൻ കൗൺസില് രൂപീകരിക്കുന്നത് എഡ്വേർഡ് ബെർണേഴ്സ് ആണ് കേട്ടോ. അദ്ദേഹമാണ് പബ്ലിക് റിലേഷൻസ് കൗൺസില് രൂപീകരിക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു പോയിന്റ് എന്താണ്? റോഡ് ഫസ്റ്റ് PR ബുക്ക്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പബ്ലിക് റിലേഷനെ സംബന്ധിക്കുന്ന ഒരു ബുക്ക് എഴുതിയത്. ഇദ്ദേഹമാണ്. ഏതാണ് ബുക്കിന്റെ പേര്? നോട്ട് ചെയ്ത് വെക്കാം. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. എന്താണ്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നതാണ് ബുക്കിന്റെ പേര് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ബുക്കാണ്. ആ ബുക്ക് എഴുതിയത് എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ആ ബുക്കിന്റെ പേര് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ടോപ്പ് ഫസ്റ്റ് PR കോഴ്സ് അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് PR കോഴ്സ് പഠിപ്പിച്ചിട്ടുള്ളതും ഇദ്ദേഹം തന്നെയാണ്. പിന്നെ എഡ്വേർഡ് ബെർണേഴ്സ് ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് PR പ്രൊഫഷണൽ. അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട് PR പ്രൊഫഷണൽ എന്നാണ്. കാര്യം പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പഠനം നടത്തിയതും അതിനെപ്പറ്റി ബുക്ക് എഴുതുന്നതും കൗൺസിൽ രൂപീകരിക്കുന്നതും അതൊക്കെ അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് PR പ്രൊഫഷണൽ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. PR പ്രൊഫഷണൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ചോദിക്കാറുണ്ട് കേട്ടോ. ഹു ഈസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ? ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ്. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് PR ബുക്ക് ഏതാണ്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, ആദ്യമായിട്ട് പബ്ലിക് റിലേഷൻ കൗൺസിൽ രൂപീകരിച്ചത് ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ്. ഓക്കെ, അദ്ദേഹം എങ്ങനെയാണ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത്? PR പ്രൊഫഷണൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. അത് മനസ്സിലായല്ലോ? പബ്ലിക് റിലേഷന്റെ ഫാദറൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി.
ഇനി നമുക്കറിയേണ്ടത് എന്താണ് പബ്ലിക് റിലേഷൻ, അതിന്റെ ഡെഫിനീഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതില് ഒന്നാമത്തെ ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ. ആരുടെയാണ്? ജോൺ മില്ലറ്റ്. ഡെഫിനേഷൻ ഒക്കെ പഠിക്കുമ്പോൾ ആരാണ് പറഞ്ഞത്, ആരാണ് അത് ഡിഫൈൻ ചെയ്തതെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ആരുടെയാണ് ആ ഡെഫിനേഷൻ? ജോൺ മില്ലറ്റിന്റെ കേട്ടോ. എങ്ങനെയാണ് അല്ലെങ്കിൽ ജോൺ മില്ലറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കിയേ? പബ്ലിക് റിലേഷൻസ് മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. അങ്ങനെയാണ് പബ്ലിക് റിലേഷൻ ഡിഫൈൻ ചെയ്തത്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങള് എന്ത് പ്രതീക്ഷിക്കുന്നു, പൊതുജനങ്ങള് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് അറിയാനും അവരുടെ പ്രതീക്ഷകളെ ഭരണകൂടം എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നതിനെ പറ്റി വിശദമാക്കുന്ന ഒന്നാണ് പബ്ലിക് റിലേഷൻ. അങ്ങനെയാണ് ജോൺ മില്ലറ്റ് അതിനെ ഡിഫൈൻ ചെയ്തത് കേട്ടോ. പൊതുജനങ്ങള് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് അറിയാനും അവരുടെ പ്രതീക്ഷകളെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ സംതൃപ്തമാക്കുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു എന്താണ് അവലോകനം, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു പഠനം. അതാണ് എന്ത് പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം അറിയാലോ, പബ്ലിക് അങ്ങനെയാണല്ലോ ഒരു റിലേഷൻ അവിടെ ഉണ്ടാകുന്നത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പബ്ലിക് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് വേണം ഹോസ്പിറ്റൽ അതിന്റെ സേവനങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പൊ അത് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു റിലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. അതായത് പബ്ലിക്കിന് ഹോസ്പിറ്റലിൽ നിന്നും സേവനങ്ങൾ അവർ കൈപ്പറ്റുന്നു, അവരെ സംതൃപ്തമാക്കുന്ന രീതിയിൽ ഹോസ്പിറ്റലിൽ സർവീസ് കൊടുക്കുന്നു. അങ്ങനെയാണ് അവിടെ ഒരു റിലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതാണ് പബ്ലിക് റിലേഷൻ കേട്ടോ. എന്താണ്? പൊതുജനങ്ങളെ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിയാനും അവരുടെ പ്രതീക്ഷകളെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ സംതൃപ്തമാക്കുന്നു, സാറ്റിസ്ഫൈ ചെയ്തു കൊടുക്കുന്നു എന്നതിനെ പറ്റി വിശദമാക്കുന്ന ഒന്നാണ് പബ്ലിക് റിലേഷൻ എന്ന് ആരാണ് അങ്ങനെ ഡിഫൈൻ ചെയ്തത്? ജോൺ മില്ലറ്റ് ആണ് അങ്ങനെ ഡിഫൈൻ ചെയ്തത്. പബ്ലിക് റിലേഷൻസ് മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. Okay, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കേട്ടോ, അടുത്തൊരു ഡെഫിനേഷൻ. ഇത് ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ മറ്റൊരു ഡെഫിനേഷൻ ഇങ്ങനെയാണ്. പബ്ലിക് റിലേഷൻസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ ത്രൂ സൗണ്ട് ക്യാരക്ടർ ആൻഡ് ജെനുവിൻ പെർഫോമൻസ് ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു-വേ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എന്താണ് പറയുന്നത്? വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് അല്ലെ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ, പൊതുജന അഭിപ്രായത്തിനെ സ്വാധീനിക്കാനുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതൊരു ഓർഗനൈസ്ഡ് പ്രോസസ് ആണെന്ന് പറയാൻ കാരണം? സംഘടിതമായിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ ഇരുകൂട്ടരും വരുന്നുണ്ട് അല്ലെ. പബ്ലിക്കും വരുന്നുണ്ട്, പബ്ലിക്കിന് സർവീസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ ഭാഗമാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോസ്പിറ്റലാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക? ത്രൂ ദ സൗണ്ട് ക്യാരക്ടർ ആൻഡ് ജെനുവിൻ പെർഫോമൻസ് അല്ലെ. നല്ല സ്വഭാവത്തോടു കൂടി അല്ലെങ്കിൽ നല്ല നല്ല പെർഫോമൻസിലൂടെയല്ലേ നമുക്ക് പൊതുജനങ്ങളുടെ സ്വാധീനിക്കാനായിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇത്തരം ഹോസ്പിറ്റലുകൾ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. അതും എങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു-വേ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇരുകൂട്ടരും തമ്മിലുള്ള ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ, സംതൃപ്തമായിട്ടുള്ള ടു-വേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിക്കൊണ്ട് ജെനുവിൻ ആയിട്ടുള്ള പെർഫോമൻസിലൂടെയും സൗണ്ട് ക്യാരക്ടറിലൂടെയും പൊതുജന അഭിപ്രായത്തിനെ സ്വാധീനിക്കാനുള്ള ആ ഒരു സംഘടിതമായിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റല് പബ്ലിക്കിന് സേവനങ്ങൾ കൊടുക്കുന്നു, പബ്ലിക് ഹോസ്പിറ്റലിൽ നിന്ന് സേവനങ്ങൾ കൈപ്പറ്റുന്നു. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? മ്യൂച്വലി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ. ഇരു കൂട്ടർക്കും സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ളൊരു ടു-വേ കമ്മ്യൂണിക്കേഷനിലൂടെയും പിന്നെന്താണ്? സൗണ്ട് ക്യാരക്ടർ ആൻഡ് ജെനുവിൻ പെർഫോമൻസ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ല പെർഫോമൻസ്, സത്യസന്ധമായിട്ട് അവര് സർവീസ് കൊടുക്കുക. അതുപോലെ സൗണ്ട് ക്യാരക്ടർ അല്ലെ, പബ്ലിക്കിനോടുള്ള അവരുടെ ബിഹേവിയർ, ഇങ്ങനെയല്ലേ നമുക്ക് ഒരു പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ആ ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രോസസ് കാരണം പബ്ലിക്കും വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഓർഗനൈസ്ഡ് പ്രോസസ് ആണ്. പബ്ലിക് റിലേഷൻ. ഓക്കെ, മനസ്സിലായോ? പബ്ലിക് റിലേഷൻ എന്താണ് എന്നുള്ളത് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്തു. അപ്പൊ ജോൺ മില്ലറ്റ് പറഞ്ഞത് പൊതുജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു, ആ പ്രതീക്ഷകളെ ഭരണകൂടം എങ്ങനെ സംതൃപ്തമാക്കുന്നു എന്നതിനെ പറ്റി വിശദമാക്കുന്നതാണ് പബ്ലിക് റിലേഷൻ ആണ് അദ്ദേഹം പറഞ്ഞത്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ
സൗണ്ട് ക്യാരക്ടറിലൂടെയും നല്ല പെർഫോമൻസിലൂടെയും ഇരുകൂട്ടരും തമ്മിലുള്ള ഒരു 2-way കമ്മ്യൂണിക്കേഷന്റെ ബേസിൽ നല്ല പെരുമാറ്റത്തിലൂടെ നല്ല പെർഫോമൻസിലൂടെ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്ന സംഘടിതമായ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? പബ്ലിക് റിലേഷൻ എന്ന് പറയാം. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടാവണം എന്ന് പറയുന്നത്? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് പബ്ലിക് റിലേഷൻ ഇല്ലാണ്ട് അതിന് അവിടെ നിലനിൽപ്പുണ്ടാവും? നിലനിൽപ്പുണ്ടാവുമോ? ഹോസ്പിറ്റലിന് മാത്രമല്ല ഒരു സ്ഥാപനത്തിനും ഉണ്ടാവില്ല അല്ലെ. വെറുതെ ഇങ്ങനെ ഒരു സ്ഥാപനം കെട്ടിപ്പൊക്കിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. എന്ത് വേണം? പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻ വേണം. എന്തുകൊണ്ട്? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്? എന്താണ് അതിന്റെ ആവശ്യകതകള്? ആ പോയിന്റുകളൊക്കെ മനസ്സിലാക്കുക. ഒന്നാമത്, enlarge the visibility for the hospital employees, programs and services. എന്താണ്? enlarge the visibility for the hospital employees, programs and services. അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ അവിടെയുള്ള എംപ്ലോയീസ്, ആ ഹോസ്പിറ്റലിന്റെ പ്രോഗ്രാംസുകള്, അവരുടെ സർവീസസുകളെ പറ്റിയുള്ള വിസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ. വിസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവിടെ ഇന്ന പ്രോഗ്രാംസ് ഇന്ന സേവനങ്ങൾ അവർ കൊടുക്കുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള എന്താണ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടെന്നൊക്കെ ആളുകളിലേക്ക് എത്തണം. അത് എത്തണമെങ്കിൽ എന്ത് വേണം? പബ്ലിക് റിലേഷൻ വേണം. പബ്ലിക്കായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്നു കഴിഞ്ഞാൽ ഇതറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അതിന്റെ എംപ്ലോയീസ്, അവരുടെ സർവീസുകള്, അവരുടെ പ്രോഗ്രാംസുകള്, അതിന്റെയൊക്കെ വിസിബിലിറ്റി, ആ ഒരു റെക്കഗ്നീഷൻ ലഭിക്കുന്നതിന് എന്താവശ്യമാണ്? പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അതാണ് അവിടെ പറയുന്നത് അല്ലെ, enlarge the visibility of the hospital employees, programs and services. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, പൊസിഷൻ ദ ഹോസ്പിറ്റൽ as a health care leader and authority within the community or region. ഇത് മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റിയില് അല്ലെങ്കിൽ ഒരു റീജിയനില് ഹോസ്പിറ്റലിൽ ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യുന്നതിനും നമുക്ക് എന്ത് വേണം? നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടാവണം അല്ലെ. നല്ല സേവനങ്ങൾ കൊടുക്കുന്ന അങ്ങനെയുള്ള ഹോസ്പിറ്റലിനെ അല്ലേ ആളുകൾ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോ അങ്ങനെ ഒരു എന്താണ്, അത്തരത്തിലുള്ള ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയില്, നമ്മുടെ റീജിയനില് പ്ലേസ് ചെയ്യണമെങ്കിൽ, ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അത് എന്ത് വേണം? നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ എന്താണ്? ഇൻക്രീസ് ദ അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽ ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. അല്ലെ, അതെ, ഹോസ്പിറ്റലിന്റെ പ്രോഗ്രാംസുകള്, അവരുടെ സർവീസസുകളെ പറ്റിയിട്ട് പൊതുജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിനും എന്ത് വേണം? പബ്ലിക് റിലേഷൻ വേണം അല്ലെ. അവരുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ സർവീസുകളെ പറ്റിയിട്ടും മറ്റു പ്രോഗ്രാംസുകളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, അറിയിക്കാൻ പറ്റുള്ളൂ അല്ലെ. സോ ഇൻക്രീസ് ദ അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. അതിനെന്ത് വേണം? പബ്ലിക് റിലേഷൻ വേണം അല്ലെ. പിന്നെന്താണ്? എൻഹാൻസ് ദ ഹോസ്പിറ്റൽസ് ഇമേജ് അല്ലെ. ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇമേജ്, അതിന്റെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അത് എൻഹാൻസ് ചെയ്യുന്നതിനും പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, അതാണ് പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. എൻഹാൻസ് ദ ഹോസ്പിറ്റൽസ് ഇമേജ്. അടുത്ത എന്താണ്? അസിസ്റ്റ് ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് റീടെൻഷൻ ഓഫ് എംപ്ലോയീസ്. ഇതാണ് അസിസ്റ്റ് ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് റീടെൻഷൻ ഓഫ് എംപ്ലോയീസ്. നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും അവരെ റീറ്റെയിൻ ചെയ്യുന്നതിനുമൊക്കെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. കാര്യം എന്താണ്? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് സ്റ്റാഫുകൾ നമ്മൾ പബ്ലിക്കിൽ നിന്നാണ് നമ്മൾ ആളുകളെ എടുക്കുന്നത് അല്ലെ. പബ്ലിക്കിൽ നിന്നുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ജോലിക്ക് എടുക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നല്ല നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും അവരെ റീറ്റെയിൻ ചെയ്യാനും അവരെ എന്നും എല്ലാ കാലത്തും നമ്മുടെ സ്ഥാപനത്തിൽ നിലനിർത്തുന്നതിനും അതിന് വേണ്ട പിന്തുണ നൽകുന്നതിനൊക്കെ എന്താ ആവശ്യമാണ്? നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ പബ്ലിക്കിൽ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അങ്ങനെയുള്ള ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാനും അതുപോലെ കഴിവുള്ള ആളുകളെ റിറ്റെയിൻ ചെയ്യാനും അല്ലെ, നമ്മുടെ സ്ഥാപനത്തിന് നിലനിർത്തുന്നതിന് വേണ്ട പിന്തുണ നൽകുന്നതിന് എന്ത് വേണം? നമുക്ക് പബ്ലിക് റിലേഷൻ അവിടെ ആവശ്യമാണ് അല്ലെ. പിന്നെന്താണ്? ആക്ട് ആസ് എ ഫൗണ്ടേഷൻ when the unreal news about the hospitals happens. Act as a
foundation when the unreal news about the hospitals happen. എന്തെങ്കിലും കാരണവശാല് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെതിരായിട്ട് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസുകള് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് അൺറിയൽ എന്നാണ് അവർ പറയുന്നത്, ആരോപണങ്ങളാണ്, അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അവരുടെ ഇമേജ് നഷ്ടപ്പെടാതെ അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാതെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകണമെങ്കിൽ, ഒരു അടിത്തറ നിലനിർത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? നല്ല പബ്ലിക് റിലേഷൻ. നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാകുന്ന സ്ഥാപനങ്ങൾക്ക് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും കാരണം വെച്ചാൽ ആ സ്ഥാപനത്തെ പറ്റി എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് എന്താണ്, അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും ആ ഒരു സമയത്ത് ആ സ്ഥാപനത്തിന് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നിലനിൽക്കണമെങ്കിൽ, ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ വേണമെങ്കിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. So, act as a foundation when unreal news about the hospital happens. Okay. Then, അടുത്തത് എന്താണ്? ഇംപ്രൂവ് എംപ്ലോയി മൊറാലി, അല്ലെ? എംപ്ലോയീസിന്റെ മനോവീര്യം അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ആവശ്യമാണ്? നല്ലൊരു പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാവുക, പബ്ലിക്കിൽ ആളുകളുമായിട്ട് നമ്മള് നല്ല റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് അവിടെ വർദ്ധിക്കും, അല്ലെ? ഓക്കെ, അവരിൽ നിന്നുമുള്ള ആളുകളാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്, അല്ലെ? എംപ്ലോയീസിന്റെ മൊറാൽ, അവരുടെ മനോവീര്യം, അവരുടെ കോൺഫിഡൻസ് അവിടെ വർദ്ധിക്കും, അല്ലെ? നല്ല പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോൾ അവർക്കും അവിടെ വർക്ക് ചെയ്യാനുള്ള ആ ഒരു അവരുടെ ഒരു കോൺഫിഡൻസ് അവർക്ക് വർദ്ധിക്കും. അതുപോലെ അവരുടെ ജോലിക്ക് അതിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഒരു കോൺഫിഡൻസും അവരുടെ മനോവീര്യം നമുക്ക് അതുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഒരു കാര്യം നമുക്കറിയാലോ, നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. ഒരു സ്റ്റെബിലിറ്റി ഉള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിനെ ആലോചിച്ചാൽ മതി. സോ ഇംപ്രൂവ്ഡ് എംപ്ലോയി മൊറാലിറ്റി. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എന്തുകൊണ്ട് പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾ പോയിന്റുകളായിട്ട് പഠിച്ചു വെച്ചത്. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്ന്, ഹോസ്പിറ്റലിന്റെയും എംപ്ലോയീസിന്റെയും പ്രോഗ്രാം സർവീസസിലേക്ക് വിസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, നമ്മളൊരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഹോസ്പിറ്റലിന്റെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ റീജിയനിൽ ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യുന്നതിന് നമുക്ക് പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലിന്റെ പ്രോഗ്രാംസുകളെ പറ്റിയും സർവീസിനെ പറ്റിയിട്ടും ആളുകൾക്കിടയിൽ അവയർനെസ് വർദ്ധിപ്പിക്കുന്നതിന് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ, അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കണം. എംപ്ലോയീസിനെ, നല്ല നല്ല എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും റീറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് ഒരു അടിത്തറയായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനും നല്ലൊരു പബ്ലിക് റിലേഷൻ വേണം. പിന്നെ എംപ്ലോയീസിന്റെ കോൺഫിഡൻസ്, അവരുടെ മനോവീര്യം, അവരുടെ മൊറാലിറ്റി അത് ഇംപ്രൂവ് ചെയ്യുന്നതിനും എന്ത് വേണം? പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, കിട്ടിയോ കാര്യങ്ങളൊക്കെ? പബ്ലിക് റിലേഷന്റെ ഫാദർ ആരാണ്? പബ്ലിക് റിലേഷന്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടത് അതിന്റെ മെയിനാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയില് ഒരു പബ്ലിക് റിലേഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി, നീഡ് മനസ്സിലായി, അല്ലെ? അപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റിയില് ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് സ്വീകരിക്കാവുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? എന്തൊക്കെയാണ്? അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് മെത്തേഡുകളാണ് വരുന്നത്. ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡ്, രണ്ട് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രണ്ട് മെത്തേഡുകൾ. വാട്ട് ആർ ദ മെത്തേഡ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ പബ്ലിക് റിലേഷൻ ഇൻ കമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചാൽ രണ്ട് മെത്തേഡാണ്, ഓപ്പറേറ്റീവ് മെത്തേഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഇനി ഓരോന്ന് എന്താന്ന് നോക്കാം. ആ പേരിൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങളാണ്, അല്ലെ? നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ? അല്ലെ? നല്ല പ്രവർത്തനങ്ങള്, നല്ല നല്ല സേവനങ്ങള് അത് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു മാർഗമാണ് കമ്മ്യൂണിക്കേറ്റീവ് എന്നത്. കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെ? അതായത് ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിച്ച് നമ്മൾ പബ്ലിക്കിലൂടെ എത്തിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ
ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കൂടുതലും നമുക്കറിയാം കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ് കുറെ കൂടെ ഇഫക്റ്റീവ് ആണ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡിലും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ് ഇഫക്റ്റീവ് എന്ന് നമുക്ക് അങ്ങനെ തീർത്തും പറയില്ല. രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്, രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരെ ഇരിക്കുന്ന ഹോസ്പിറ്റലിനെ പറ്റി നമുക്ക് അറിയണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിലൂടെയാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് സാധിക്കുക അല്ലെ. ഓക്കെ, രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്ന് എന്താ നോക്കാം. ഫസ്റ്റ് വൺ ഓപ്പറേറ്റീവ് മെത്തേഡ്സ്. ഇത്രയേ ഉള്ളൂ. ഓപ്പറേറ്റീവ് മെത്തേഡ് ദാറ്റ് ഫോക്കസ് ഓൺ ദ ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ്, അതിനെയാണ് കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നു, എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ അവിടെ അവർക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ കൊടുക്കുന്നു, സേവനങ്ങൾ കൊടുക്കുന്നു, ആ ഒരു ഓപ്പറേഷൻസിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. These methods are basically related with the every aspect of a hospital's operation. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹോസ്പിറ്റലിന്റെ ഏത് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഓപ്പറേഷൻസ് ആ? എല്ലാ ഓപ്പറേഷൻസും, ഹോസ്പിറ്റലിന്റെ എല്ലാ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അണ്ടർലൈൻ ചെയ്യാം. These methods are basically related with the every aspect of a hospital's operation, including those that are performed by workmen such as telephone operator, inquiry office personnel, admission office clerks. All those maintaining contact with the patients as well as those working behind the screen share the same burden. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ഓപ്പറേഷൻസുമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്. അല്ലാതെ ഇന്ന മെത്തേഡ് ഇന്ന മെത്തേഡ് ഇന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഓപ്പറേഷൻ അങ്ങനെയൊന്നും അവിടെ ഇല്ല. ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, ഏതൊക്കെ സ്റ്റാഫുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, എല്ലാവർക്കും ഒരേ റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് ടെലിഫോൺ ഓപ്പറേറ്റർ, എൻക്വയറി ഓഫീസ് പേഴ്സണൽ, അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവരൊക്കെ അല്ലെ. ഏറ്റവും താഴ്ന്ന തട്ടിലും നമ്മൾ നേരിട്ട് കാണാത്ത ബാക്ക് എൻഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ ജീവനക്കാരൊക്കെയാണ് ഇവര്. ഇവര് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളുടെയും ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഹോസ്പിറ്റലിൽ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഡോക്ടർ, നഴ്സ് അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ അങ്ങനെ അത് മാത്രമാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അങ്ങനെയല്ല, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇവരെ കൂടാതെ എത്രയോ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ ഹോസ്പിറ്റൽ ടെലിഫോൺ ഓപ്പറേറ്റർമാര്, എൻക്വയറി ഓഫീസ് പേഴ്സണൽ, അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരിട്ടും അല്ലാതെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകൾ അവിടെ ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് വശങ്ങളുണ്ട്. അപ്പൊ ആ എല്ലാ മേഖലകളുമായിട്ടും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് ലാസ്റ്റ് ആ സെന്റൻസിൽ പറഞ്ഞത്. ഓൾ ദോസ് മെയിൻറ്റെയിനിങ് കോൺടാക്ട് വിത്ത് പേഷ്യൻസ്, പേഷ്യൻസുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ആസ് വെൽ ആസ് ദോസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ ഷെയർ ദ സെയിം. ആ ഒരു ഹോസ്പിറ്റലിന്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്ന, ബിഹൈൻഡ് ദ സ്ക്രീൻ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഒരേ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ ഉള്ളത്. ഒരു ഹോസ്പിറ്റലിന് ഡോക്ടേഴ്സ് നല്ലതാണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നഴ്സിംഗ് സർവീസ് ഒക്കെ നല്ലതാണ്. പക്ഷെ അവിടെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട് ഓഫീസ് മോശമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലകൾ അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ മോശമാണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ നല്ല പബ്ലിക് റിലേഷൻ നമുക്ക് അവിടെ ഉണ്ടാവും? ഒരിക്കലും ഇല്ല. നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാവണമെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ലതായിരിക്കും. അതിനെല്ലാം വരും. ഡോക്ടറിന്റെ നഴ്സിന്റെ സേവനങ്ങൾ മാത്രമല്ല, എല്ലാ വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ഓർത്താൽ കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്നുള്ളത്? മനസ്സിലായില്ലേ? ഇനി the three fundamental components of community operations ആണ് കേട്ടോ. ഇനി ഈ ഒരു കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്പോണന്റ്, 3 ഫണ്ടമെന്റൽ കമ്പോണൻസ്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആ ഒരു പ്രവർത്തനം, ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്ന കമ്പോണൻസ് കേട്ടോ. ഏതൊക്കെ കമ്പോണന്റ് ആണ് നോക്കിയേ. ഒന്ന്, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ്, വളരെ പ്ലസന്റ് ആയിട്ട്
വളരെ പൊളൈറ്റ് ആയിട്ട് ആളുകളോട് ബിഹേവ് ചെയ്യുക അല്ലെ. അത് നമ്മുടെ ഓപ്പറേഷൻസിന്റെ ഭാഗമാണ്. നല്ല പ്രവർത്തനം, നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. അതിന്റെ ഒരു ഭാഗമാണ് എന്ത്, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. വളരെ പ്ലസന്റ് ആയിട്ട്, വളരെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആളുകളുമായിട്ട് ബിഹേവ് ചെയ്യാം. അതൊരു പ്രധാനപ്പെട്ട കമ്പോണന്റ് അല്ലേ. ഓക്കെ. രണ്ടാമത്തെ എന്താണ്, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. വളരെ പെട്ടെന്ന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകള് ഡിലേ വരാതെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാം. പേഷ്യൻസിന് നമ്മുടെ പബ്ലിക്കിന് സർവീസ് കൊടുക്കാൻ നോക്കാൻ മതി. ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, രണ്ടാമത്തെ കമ്പോണന്റ്. മൂന്നാമത്തത് എന്താണ്, ക്ലിയർ എൻവിയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. അതുപോലെ ഒരു ഹോസ്പിറ്റലിന്റെ എൻവിയോൺമെന്റ് എപ്പോഴും എന്തായിരിക്കണം, നല്ലതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും, അതായത് അവിടെ വളരെ ക്ലീൻലിനെസ് ഉണ്ടായിരിക്കണം. മറ്റുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നല്ലതായിരിക്കണം. ഒരു കാമായിട്ടുള്ള, ക്വൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും എന്താണ് ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് ആയിരിക്കണം ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെ. പിന്നെ മാത്രമല്ല വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. അതുപോലെ നല്ല ഹോസ്പിറ്റാലിറ്റി അല്ലെ. ഹോസ്പിറ്റാലിറ്റി ആണ്, ദാറ്റ് മീൻസ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്ക്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഏറ്റവും വെൽ അപ്പിയർഡ് ആയിട്ട് അല്ലെ, ഏറ്റവും നല്ല രീതിയിൽ അവര് എന്താണ് ആളുകളുടെ മുന്നിൽ അവരെ പ്രസന്റ് ചെയ്യാന്നുള്ളതും അതാണ് ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതും എന്താണ്, നല്ല പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഈ മൂന്ന് കമ്പോണന്റ്, ഈ മൂന്ന് ഫണ്ടമെന്റൽ കമ്പോണൻസ് ആണ് പ്രധാനമായിട്ടും കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിനകത്ത് വരുന്നത്. അത് ഓർത്തു വെക്കുക കേട്ടോ. എന്തൊക്കെയാണ്, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, അതുപോലെ തന്നെ ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. പെട്ടെന്ന് അല്ലെ എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അല്ലെ. അതുപോലെ ക്ലിയർ ആയിട്ടുള്ള എൻവിയോൺമെന്റ്, വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. ദീസ് ആർ ദ ഫണ്ടമെന്റൽ കമ്പോണൻസ്. ഇത് മൂന്നാണ് കേട്ടോ. ഇനി അതുകൂടാതെ ഉണ്ട് ഒത്തിരി കമ്പോണൻസ് വേറെയുണ്ട്. ഫണ്ടമെന്റൽ ആയിട്ടുള്ളത് ഇത് മൂന്നും പഠിച്ചു വെക്കാം. ഇനിയും പറയുന്നുണ്ട്, സം ഓപ്പറേഷൻസ് ഓഫ് ഇംപ്രൂവിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ ദ കമ്മ്യൂണിറ്റി ലെവൽ ആണ്. നമ്മൾ ഈ ഫണ്ടമെന്റൽ ആയിട്ട് പറഞ്ഞതിന് പുറമെ മറ്റു പല, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ആ കമ്മ്യൂണിറ്റിയിലുള്ള അതിന്റെ പ്രവർത്തനം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന മറ്റു പല കാര്യങ്ങൾ എന്തൊക്കെയാണ്, മറ്റു പല കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഇസ് ദ ബേസിസ് ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഈസ് ദ ബേസിസ് ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ. നല്ല ക്വാളിറ്റിയിലുള്ള പേഷ്യന്റ് കെയർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അല്ലെ. എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ, that is the basis of a good public relation. Okay. പിന്നെ രണ്ടാമത് എന്താണ്, sufficient physical facility with the good functional layout അല്ലെ. അത്യാവശ്യം ഫിസിക്കൽ ഫെസിലിറ്റികൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവും. എത്ര നല്ല ചികിത്സയാണ്, നല്ല ഡോക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ പോകുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ കിട്ടാനായിട്ട് ആരും ഇഷ്ടപ്പെടില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അല്ലെ. അതുകൊണ്ട് തന്നെ സഫിഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട് അല്ലെ. അത്യാവശ്യം നല്ല ഫിസിക്കൽ ഫെസിലിറ്റികള്, അത്യാവശ്യം ഒരുപാടല്ല, ആവശ്യത്തിനുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസുകൾ ഉണ്ടായിരിക്കണം. വെയിറ്റിംഗ് റൂം വിത്ത് ബെഞ്ചസ് ഓർ ചെയർസ്, വാട്ടർ, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി ഇൻ ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതുപോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വെയിറ്റിംഗ് റൂംസ്, പേഷ്യൻസിനാണെങ്കിൽ ഇരിക്കാനുള്ള ചെയർസ്, മറ്റ് വാട്ടർ റിഫ്രഷ്മെന്റ് ഫെസിലിറ്റികൾ അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെന്താണ് അടുത്തത്, മേക്കിംഗ് അതേഴ്സ് ഹാപ്പി. വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. Good morale of workers not only improves the efficiency, but workers with high morale work in a positive manner with one another and also with the patients in the community. അത് പറയുന്ന വേറൊന്നും, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുന്നാലാണ് നമുക്ക് മറ്റുള്ളവരെ ഹാപ്പി ആക്കി മാറ്റാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നല്ല കോൺഫിഡന്റ് ആയിട്ട് നല്ലൊരു മൊറാലയുള്ള വർക്കേഴ്സ് ആണ് അവിടെ ഉള്ളതെങ്കിൽ അവര് അവരുടെ എഫിഷ്യൻസി മാത്രമല്ല, മറ്റുള്ള അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ കൂടെ വർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ചുറ്റുപാടുള്ള ഒരാള് നല്ല നല്ല എംപ്ലോയീസ് ആകുമ്പോൾ എന്താണ്, അവർക്ക് അവിടെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റ് അവർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കും. അവർക്ക് കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്താണ്, കമ്മ്യൂണിറ്റിയിലെ പേഷ്യൻസുമായിട്ടും നല്ല രീതിയിൽ ഇടപെടാനും സാധിക്കും അല്ലെ. ഓക്കെ. പിന്നെന്താണ്, operating efficiency with the effective coordination among all clinical departments and other supportive services arise from good administration, organization structure, policies, procedures and authority and responsibility should be clearly understood by the each staff. Okay.
എന്താണ് അവിടെ പറയുന്നത്? നമ്മള് വളരെ ഇഫക്റ്റീവ് കോർഡിനേഷനോട് കൂടിയിട്ട് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ളത്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ, നമ്മൾ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അടങ്ങുന്നതാണ് ഒരു ഹോസ്പിറ്റൽ. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ ഒരു നല്ല കോർഡിനേഷൻ ഉണ്ടാവണമെങ്കിൽ ഇതിലൂടെയാണ് ഒരു നല്ല കോർഡിനേഷൻ ഉണ്ടാവുന്നത്. ഫ്രം ദ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ, നല്ല അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം അല്ലെ. അതുപോലെ തന്നെ നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് സ്റ്റാഫ്. നമുക്ക് നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നല്ല രീതിയിലായിരിക്കും ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവണം, പോളിസികൾ ഉണ്ടാവണം, പ്രൊസീജിയറുകൾ ഉണ്ടാവണം. നമ്മൾ എന്തിനും ഓരോ പോളിസിയും പ്രൊസീജിയറുകളൊക്കെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, അതായത് നമുക്ക് ആ ഒരു സ്ഥാപനത്തിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അങ്ങനെയുള്ള നല്ല അഡ്മിനിസ്ട്രേഷനിലൂടെ, നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെ, പോളിസികള്, പ്രൊസീജിയറുകള്, ഈ പോളിസിയും പ്രൊസീജിയറും അവിടെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫിനും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. അതിലൂടെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തിന് വരുന്നതാണ്? ഓപ്പറേറ്റീവ് മെത്തേഡ്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, വായിച്ചു കേട്ടോ. മനസ്സിലായല്ലോ? ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നത്, എല്ലാ വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ നല്ലൊരു ഓപ്പറേഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ വരുന്ന 3 പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, ക്വിക്ക് ആൻഡ് efficient treatment, clear environment and well appearance of the workers. These are the fundamental components of the community operation. പിന്നെ അല്ലാത്തത് നിങ്ങൾ പഠിക്കാം, ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ, ദാറ്റ് ഇസ് ദ ബേസിസ് ഓഫ് എ ഗുഡ് പബ്ലിക് റിലേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ മെത്തേഡ് കഴിഞ്ഞു കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡിൽ അത്രയും പറയുന്നുള്ളൂ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ശരിക്കും നോക്കാനുള്ളത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ് കേട്ടോ. ഇതാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ്. ഓക്കെ, എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്? ആദ്യം തന്നെ നമുക്ക് ആ പോയിന്റുകൾ പഠിക്കുന്നതിനേക്കാളും മുമ്പ് ഈ ഒരു ബോക്സ് നിങ്ങൾ നോക്കാം. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. അത് വായിച്ചിട്ട് ബാക്കിയുള്ള പോയിന്റ് നോക്കാം. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. These methods employ means of communication in all possible forms to enable the hospital to convey its message to the public. അതായത് ഒരു ഹോസ്പിറ്റലിന് അവർക്ക് ഈ പറയുന്ന പബ്ലിക്കിലോട്ട് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ മെസ്സേജസ് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു മെത്തേഡാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു ഹോസ്പിറ്റലിന് അവരുടെ കാര്യങ്ങള്, അവരുടെ മെസ്സേജസ് പബ്ലിക്കിലോട്ട് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായ എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര ഇരിക്കട്ടെ കേട്ടോ. അത് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അറിയാം. എളുപ്പമുണ്ട് കേട്ടോ. ചാപ്റ്റർ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ലപോലെ വായിക്കാം കേട്ടോ. ശരി, താങ്ക് യു.